എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്ന് ഒരുപാട് ആളുകൾ പഠിക്കുന്നുണ്ട്. പഠിച്ചു കഴിഞ്ഞ ആളുകൾ മനസ്സിലാക്കേണ്ടതും അതുപോലെ പഠിക്കാനായിട്ട് ആഗ്രഹിച്ചു വരുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വിഷയം ഡിസ്കസ് ചെയ്യുന്നതെന്ന് ആദ്യം പറഞ്ഞുതരാം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂസ് ഞാൻ സ്റ്റുഡൻസിനെ എടുക്കുമ്പോഴും എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ ചോദിക്കുന്ന പല കാര്യങ്ങളും ഇവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സാധാരണ യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലോഗിലൂടെയും ഒക്കെ മനസ്സിലാക്കി എടുക്കാവുന്ന കാര്യങ്ങളെ എല്ലാവരുടെയും കയ്യിലുള്ളൂ. അപ്പോൾ ഒരു സാധാരണ കമ്പനിയിൽ ജോലി ചെയ്യാനായിട്ട് ഇതൊക്കെ മതിയാകുമായിരിക്കാം. പക്ഷേ എല്ലാവരും ഒരു ജോലി അല്ലെങ്കിൽ അവരുടെ കരിയർ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ നല്ല രീതിയിൽ വലിയൊരു സ്ഥാപനത്തിൽ പോകാനോ അല്ലെങ്കിൽ വലിയൊരു കമ്പനിയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാനുമൊക്കെ പ്രാപ്തരാവണം. അപ്പം അങ്ങനെ പ്രാപ്തനാവാൻ എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്തിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുവാനായിട്ട് നമുക്ക് വെബ്സൈറ്റിനെ പറ്റിയുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണോ വേണ്ടയോ? ഇതാണ് ആദ്യത്തെ നമ്മുടെ വിഷയം. പലരും പറയാറുണ്ട്, എനിക്ക് വെബ്സൈറ്റിനെ പറ്റി അറിയില്ല, വെബ്സൈറ്റ് ഉണ്ടാക്കാൻ അറിയില്ല, വെബ്സൈറ്റിൻ്റെ നോളജ് എന്തിനാണ് എനിക്ക്? നമ്മൾ ഫേസ്ബുക്ക് അല്ലേ ഉപയോഗിക്കുന്നത്, നമ്മൾ ഗൂഗിൾ അല്ലേ ഉപയോഗിക്കുന്നത്, നമുക്ക് എന്തിനാണ് വെബ്സൈറ്റിൻ്റെ നോളജ്? ആദ്യം തന്നെ അത് തിരുത്തണം. നമുക്ക് വെബ്സൈറ്റിനെ പറ്റിയുള്ള ഒരു നോളജ് ഉണ്ടാക്കിയെടുക്കണം. ഇതിൻ്റെ അർത്ഥം നമ്മൾ പലതവണ ഞാൻ മറ്റു വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു വെബ്സൈറ്റ് ഡിസൈനറോ ഡെവലപ്പറോ ഒന്നും ആവാൻ വേണ്ടിയല്ല ഈ വെബ്സൈറ്റിൻ്റെ നോളജ് വേണമെന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ എവിടെയൊക്കെയാണ് വെബ്സൈറ്റിൻ്റെ ആവശ്യകത വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. വെബ്സൈറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, സ്വന്തമായി നിങ്ങളൊരു ഡൊമൈൻ പർച്ചേസ് ചെയ്യണം, ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യണം, നിങ്ങളത് വേർഡ്പ്രസ് ഉപയോഗിച്ച് നിങ്ങളൊരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യണം. അതിൽ പല ടൂൾസും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുകയും വേണം. അത് നിർബന്ധമാണ്. അതിന് ഇന്ന് മാർക്കറ്റിൽ അഫോർഡബിൾ ആയിട്ടുള്ള അത്യാവശ്യം നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഹോസ്റ്റിംഗർ എന്ന് പറയുന്നത്. ഹോസ്റ്റിംഗർ പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എപ്പോഴും ഓഫേഴ്സ് ഉണ്ടാവും. സാധാരണ രീതിയിൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുവാനും ചെയ്ത് പഠിക്കാനും എല്ലാ പ്രോസസ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് ഹോസ്റ്റിംഗർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോസ്റ്റിംഗറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഡൊമൈനിന് നമ്മൾ പ്രത്യേകം പൈസയൊന്നും കൊടുക്കണ്ട. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ആവശ്യമായിട്ടുള്ള SSL സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഡൊമൈനിന് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റിക്ക് വേണ്ടി നൽകുന്നതാണ് SSL സർട്ടിഫിക്കറ്റ്. നമ്മുടെ വെബ്സൈറ്റ് സെക്യൂർ ആണെന്നൊക്കെ കാണിക്കുന്നത് SSL സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് ഫ്രീ നൽകുന്നുണ്ട്. ഡൊമൈനും SSL സർട്ടിഫിക്കറ്റും ഫ്രീ നൽകുന്നൊരു പ്ലാറ്റ്ഫോമും കൂടെയാണ് ഹോസ്റ്റിംഗർ എന്ന് പറയുന്നത്. നമ്മൾ ഹോസ്റ്റിംഗ് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാവും. ഇതിന് പലപ്പോഴും ഇവരുടെ സൈറ്റിൽ നിങ്ങൾ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഓഫർ ഉണ്ടാവും. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കൊരു കൂപ്പൺ കോഡും ഉണ്ട് ഇവരുമായിട്ട്. ആ കൂപ്പൺ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. ഇനി എന്തൊക്കെയാണ് ഇവരുടെ പ്ലാൻസ് എന്നും കൂടെ ഞാനൊന്ന് സൂചിപ്പിച്ചേക്കാം. ഇവിടെ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഹോസ്റ്റിംഗ് പ്ലാനുകൾ ഇവരിവിടെ നമുക്ക് നൽകുന്നുണ്ട്. സിംഗിൾ വെബ് ഹോസ്റ്റിംഗ്, പ്രീമിയം വെബ് ഹോസ്റ്റിംഗ്, അതുപോലെ തന്നെ ബിസിനസ് വെബ് ഹോസ്റ്റിംഗ്. ഇതിൽ പ്രീമിയം വെബ് ഹോസ്റ്റിംഗ് നമ്മൾ ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ടതാണ്. എന്നാൽ സിംഗിൾ വെബ് ഹോസ്റ്റിംഗ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ വെബ് ഹോസ്റ്റിംഗ് ചൂസ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് കിട്ടും, പക്ഷേ നിങ്ങൾക്ക് അവിടെ ഡൊമൈൻ നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡൊമൈനൂടെ ഫ്രീ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രീമിയം വെബ് ഹോസ്റ്റിംഗ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രീ SSL സർട്ടിഫിക്കറ്റ് സിംഗിൾ വെബ് ഹോസ്റ്റിങ്ങിലും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതിൻ്റെ ആവശ്യകത എവിടെയാണെന്നുള്ളത് നമ്മുടെ അടുത്ത സ്റ്റെപ്പുകളിലാണ് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. വേർഡ്പ്രസ് ആക്സിലറേഷൻ ഉണ്ടാവും, വേർഡ്പ്രസ് 1 ക്ലിക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഹോസ്റ്റിംഗർ നൽകുന്നത്. ഇവരുടെ തന്നെ ക്ലൗഡ് ഫെയർ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ക്ലൗഡ് ഫെയർ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. എന്താണ് നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ വെബ്സൈറ്റിൽ ക്ലൗഡ് ഫെയറിനുള്ള റോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എക്സാക്ട്ലി മനസ്സിലാവും. എനിക്ക് എടുത്തു പറയാനുള്ള രണ്ട് കാര്യങ്ങൾ ഈ പ്ലാറ്റ്ഫോം നമ്മുടെ വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾക്കൊരു ഡൊമൈനും ഹോസ്റ്റിങ്ങും നിർബന്ധമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ. അതിനുവേണ്ടി നിങ്ങൾക്കൊരു ഡൊമൈനും ഹോസ്റ്റിങ്ങും പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. പ്ലാറ്റ്ഫോമും ഇൻ്റർഫേസും പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഈ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾക്ക് 24/7 സപ്പോർട്ട്. നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാനായിട്ടുള്ള 24/7 സപ്പോർട്ട് ഇവരുടെ ഭാഗത്തു നിന്നുണ്ട്. 2 എന്ന് പറയുന്നത്, നമുക്ക്
എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ 30 days മണി ബാക്ക് ഗ്യാരണ്ടി ഇവർ നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പൈസയും സുരക്ഷിതമാണ്. നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്, പ്ലാറ്റ്ഫോം ഒക്കെ ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി നമ്മുടെ മറ്റുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് പോവാം. ഹോസ്റ്റിംഗർ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തതിന് ശേഷം ഞാൻ ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഹോസ്റ്റിംഗർ ഉപയോഗിച്ച് വീഡിയോ, അതായത് നിങ്ങൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കാം. നമുക്കിനി അടുത്ത വിഷയത്തിലേക്ക് പോകാം. വെബ്സൈറ്റ് എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ വിഷയം, നമ്മൾ വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടായിരിക്കും? എന്തിനാണ്? നമ്മളൊരു കമ്പനിയുടെ വർക്കൊക്കെ കിട്ടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരില്ല. അവർ ഓൾറെഡി അവരുടെ ഒരു വെബ്സൈറ്റ് നമ്മളെ ഏൽപ്പിക്കുകയായിരിക്കും. അപ്പോൾ അവരുടെ ആ വെബ്സൈറ്റ് നമ്മുടെ അടുത്ത് തരുമ്പോൾ നമ്മൾ അവരുടെ വർക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ ലോഗിൻ ഡീറ്റെയിൽസ് ചോദിക്കണം. എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത്, അതിൻ്റെ ബാക്ക് എൻഡ് ഇൻ്റർഫേസ് ഏതാണ്, അത് ഏത് പ്ലാറ്റ്ഫോമിലാണ് ചെയ്തത്, ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഒരു ഡൊമൈനും ഹോസ്റ്റിങ്ങും ഒക്കെ വാങ്ങി നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഒന്ന് പഠിച്ച് ഇൻ്റർഫേസ് നോളജൊക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറയുന്നത്. അതൊരിക്കലും ഡിസൈനറും ഡെവലപ്പർ ആവാൻ വേണ്ടിയാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. നമുക്ക് ആ പ്ലാറ്റ്ഫോം ഇൻ്റർഫേസ് നോളജും അങ്ങനെ നമ്മൾക്ക് അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ SEO എന്ന് പറയുന്ന സെക്ഷനെ പറ്റി പഠിക്കുന്നത്. വെബ്സൈറ്റിൻ്റെ SEO ചെയ്യാനായിട്ട് പോവുകയാണ്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ രണ്ടാമത്തെ കാര്യമാണ്. SEOയിൽ ഗൂഗിൾ, അതുപോലെ യാഹു, ഇതുപോലെ ഒരുപാട് സെർച്ച് എഞ്ചിനുകൾ പല പോളിസികളും കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും ഓരോ വർഷങ്ങളിൽ. ഇതിപ്പോൾ 2022 2022 അവർ എന്തൊക്കെ അപ്ഡേറ്റുകൾ കൊണ്ടുവരുന്നുണ്ടോ അതിനനുസൃതമായിട്ട് നമ്മളുടെ വെബ്സൈറ്റിലെ കണ്ടൻറ്റുകളെയൊക്കെ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് SEOയ്ക്ക് അനുസൃതമായിട്ട്. അങ്ങനെ SEOയ്ക്ക് അനുസൃതമായിട്ട് ചിട്ടപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായുള്ള ചില കാര്യങ്ങളിൽ ഒന്നാണ് ടെക്നിക്കൽ SEO എന്ന് പറയുന്നത്. ടെക്നിക്കൽ SEO എന്ന് പറയുന്ന സെക്ഷനിലാണ് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ റോൾ വരുന്നത് കൂടുതലായിട്ട്. വെബ്സൈറ്റിൻ്റെ റോളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, വെബ്സൈറ്റിൻ്റെ സ്പീഡ്, നമ്മുടെ വെബ്സൈറ്റ് ലോഡ് ചെയ്ത് വരുന്ന സ്പീഡ്, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് സ്പീഡ്. രണ്ടാമത്തത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി, അതായത് SSL സർട്ടിഫിക്കറ്റ്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് SSL സർട്ടിഫിക്കറ്റ് ഒക്കെ ഫ്രീ നൽകുന്നുണ്ട്. എന്നാൽ പല സൈറ്റുകളിൽ നിന്ന് നമ്മൾ വെറുതെ ഒരു ഡൊമൈൻ ഹോസ്റ്റിംഗ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ SSL സർട്ടിഫിക്കറ്റ് ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഇത് SEOയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡിലേക്ക് പോകാനും പല കോഡും കാര്യങ്ങളും ഒക്കെ ഇടാനുള്ള നോളജ്. അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൻ്റെ സെർച്ച് കൺസോളിൽ നമ്മുടെ വെബ്സൈറ്റിനെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആ സബ്മിറ്റ് ചെയ്യുന്നതിനൊരു പ്രോസസ്സുണ്ട്. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഗൂഗിളിൻ്റെ സെർച്ച് കൺസോൾ, അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ അനാലിറ്റിക്സ്, ഈ ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് പല കോഡുകളും ലഭിക്കും. ഇതുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചില സ്ക്രിപ്റ്റുകൾ, HTML കോഡുകളോ സ്ക്രിപ്റ്റുകളോ നമുക്ക് ലഭിക്കും. ഇത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡിൽ പേസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മുടെ വെബ്സൈറ്റ് ഈ ഗൂഗിൾ സെർച്ച് കൺസോളുമായിട്ടും അനാലിറ്റിക്സും ഒക്കെ ആയിട്ട് കണക്റ്റ് ആവുന്നത്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് കൊണ്ടുപോയി നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡിൽ ഇടാനുള്ള ഒരു നോളജ് നിങ്ങൾക്കുണ്ടോ? അതോ നിങ്ങൾക്ക് ബാക്ക് എൻഡ് നോളജ് ഇല്ല, എനിക്ക് സോഷ്യൽ മീഡിയ മാത്രം മതി, എനിക്ക് SEO മാത്രം മതി, എനിക്ക് നിങ്ങളുടെ വെബ്സൈറ്റിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറയാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ റോൾ. അപ്പോൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. വെബ്സൈറ്റിനെ പറ്റിയുള്ള നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്ററെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, നിങ്ങളൊരു വലിയ എക്സ്പേർട്ട് ഡിസൈനർ ആവണ്ട, നിങ്ങളൊരു വലിയ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഡെവലപ്പറും ആവണ്ട. നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് എന്താണ് ചെയ്തേക്കുന്നത്, ഏത് പ്ലാറ്റ്ഫോമാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ടെക്നിക്കൽ SEOയുടെ ഭാഗത്തും നമുക്ക് വെബ്സൈറ്റിൻ്റെ റോളുണ്ട്. അപ്പോൾ അടുത്തൊരു കാര്യം ഇനി പറയാൻ പോകുന്നത് ഗൂഗിൾ ആഡ്സിനെ പറ്റിയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയെ പറ്റിയുമാണ്. ഗൂഗിൾ ആഡ്സിലും സോഷ്യൽ മീഡിയയും പറ്റി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എവിടെയാണ് വെബ്സൈറ്റിൻ്റെ ഒരു റോള് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഗൂഗിളിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഫാസ്റ്റ് ലോഡിംഗ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾക്കാണ് ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റിൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. അതിനുവേണ്ടി നമ്മളുടെ ഹോം പേജുകളൊന്നും കറക്റ്റായിട്ട് ലോഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ആഡ്സ് പ്രകാരമൊക്കെ പലരും ലാൻഡിംഗ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. എന്താണ് ലാൻഡിംഗ് പേജ് എന്നപ്പം നമ്മൾ അറിയണം. ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സബ് ഡൊമൈനുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സബ് ഡൊമൈൻ എന്താണെന്ന് അറിയണം. സബ് ഡൊമൈൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാമോ? ഇല്ല.
അപ്പോൾ അവിടെയാണ് നമ്മൾ വീണ്ടും നമ്മുടെ ഹോസ്റ്റിംഗർ പ്ലാറ്റ്ഫോമിലേക്കോ അല്ലെങ്കിൽ എവിടെ നിന്നാണോ നമ്മൾ പർച്ചേസ് ചെയ്ത് അവിടേക്ക് ചെല്ലുന്നത്. ഇപ്പോൾ ഹോസ്റ്റിംഗറിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്ലാനിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 100 സബ് ഡൊമൈൻസ് എന്ന പ്രീമിയം പ്ലാനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 100 സബ് ഡൊമൈൻസ്. അപ്പോൾ ഈ സബ് ഡൊമൈൻ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് online.digimarkacademy.com എന്ന് പറയുന്ന ഏരിയയിലാണ് ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ഒക്കെ ഞങ്ങൾ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത് digimarkacademy.com എന്നുള്ളതാണ്. അപ്പോൾ മെയിൻ ഡൊമൈൻ എന്ന് പറയുന്നതും സബ് ഡൊമൈനും തമ്മിൽ 2 സൈറ്റ് തന്നെയാണ്. നമ്മളുടെ മെയിൻ വെബ്സൈറ്റിന് താഴെ വരുന്ന 2 സൈറ്റുകൾ തന്നെയാണ്. ഒന്ന് മെയിൻ സൈറ്റും ഒന്ന് അതിൻ്റെ താഴെ. ഇനി അതിന് താഴെ വേറൊരു സൈറ്റ് വേണമെന്നുണ്ടെങ്കിലും എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. എല്ലാം ഈ സബ് ഡൊമൈനിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യാനും അത് കണക്ട് ചെയ്യാനും അതിന് നമുക്ക് വേറൊരു ഹോസ്റ്റിംഗ് പ്ലാൻ വേണോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്റ്റിംഗറുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, അതായത് പ്രീമിയം പ്ലാനിൽ നമുക്ക് 100 വെബ്സൈറ്റുകൾ വരെ ഹോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കണ്ടേ? അങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹോസ്റ്റിംഗ് പ്ലാൻ നിർബന്ധമാണ്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിലും ഗൂഗിൾ ആഡ്സിലും വെബ്സൈറ്റിൻ്റെ പ്രാധാന്യം കൂടുതലും എവിടെയാണ് വരുന്നത്? ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന സമയത്തും കൺവേർഷൻ ട്രാക്കിംഗ്, അതുപോലെ തന്നെ ടാഗ് മാനേജറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ കാര്യങ്ങളുമൊക്കെ പല കോഡുകളും സ്ക്രിപ്റ്റുകളുമായിട്ട് തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുക. ഇത് നമ്മുടെ വെബ്സൈറ്റുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൻ്റെ നോളജ് ഉണ്ടാവണം. ഞാൻ ഈ വിഷയത്തിൽ കംപ്ലീറ്റ്ലിയും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്ക് എവിടെയൊക്കെയാണ് വെബ്സൈറ്റിൻ്റെ ആവശ്യകത വരുന്നതെന്നുള്ളതാണ്. ഫേസ്ബുക്ക് സെക്ഷനിലേക്ക് ഞാൻ വരികയാണ്. ഫേസ്ബുക്കിൽ അപ്പം ഈ വെബ്സൈറ്റിൻ്റെ ആവശ്യം വരുന്നുണ്ടോ എന്ന് ചോദിക്കും. ഫേസ്ബുക്കിൽ സാധാരണ രീതിയിലുള്ളൊരു പരസ്യം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഫേസ്ബുക്കിൽ അഡ്വാൻസ്ഡ് അഡ്വർടൈസ്മെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ റീമാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ റീമാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലും സ്ക്രിപ്റ്റുകൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും. സ്ക്രിപ്റ്റുകൾ തന്നാൽ മാത്രമേ ഫേസ്ബുക്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന യൂസേഴ്സിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യാനും അതനുസരിച്ച് പരസ്യങ്ങൾ അവരെ കാണിക്കാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഇൻ്റഗ്രേഷൻ പാർട്ടുണ്ട്. ആ പാർട്ടാണ് പല ആളുകൾക്കും അറിയാത്തത്. അതറിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ട്, 2 അവർ അങ്ങനെ അവരുടെ ക്ലയൻറ്റുകൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾ സ്വന്തമായ ഒരു ബിസിനസ് നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ബാക്കെൻഡിലേക്ക് ലോഗിൻ ചെയ്യാനും അവിടെ സ്ക്രിപ്റ്റുകളൊക്കെ ഇടാനും ഒക്കെ ഉള്ളൊരു നോളജ് നിങ്ങൾക്കാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഈ പറയുന്ന രീതികൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത ആളുകളെ പരസ്യം കാണിക്കുക, നമ്മളുടെ ഈ ലാൻഡിംഗ് പേജ് വിസിറ്റ് ചെയ്ത ആളുകളെ പരസ്യം കാണിക്കുക, ഇതൊക്കെ പോസിബിൾ ആവുകയുള്ളൂ. ഈ പറഞ്ഞ മേഖലകളിലും എല്ലാം നമുക്ക് വെബ്സൈറ്റിൻ്റെ ആവശ്യകത ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ടൂൾസ് നോളജാണ്. 4ാമത്തെ വിഷയമാണ് ഈ പറയുന്നത്. 4ാമത്തെ വിഷയം, ഒരു പെർഫെക്റ്റ് ഡിജിറ്റൽ മാർക്കറ്റർ ആവാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യമുള്ള 4ാമത്തെ വിഷയം ടൂൾസ് നോളജ്. ടൂൾസ് നോളജ് എന്താണെന്ന് വെച്ചാൽ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരുപാട് ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. മേ ബി ലക്ഷക്കണക്കിന് ടൂൾസ് അവൈലബിൾ ആണ്. ഓരോരോ ആവശ്യങ്ങൾക്കനുസൃതമായിട്ട്. ഇപ്പോൾ ഇ-കൊമേഴ്സ് സൈറ്റ് ചെയ്യുന്നവർക്ക് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ടാവും. ലീഡ് ജനറേഷന് വേണ്ടി ഉദ്ദേശിക്കുന്നവർക്ക് അതിൻ്റെ ആയിട്ടുള്ള, വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ടൂൾസ് ഉണ്ടാവും. അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കും പല പല രീതിയിൽ. ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നവർക്ക് ടൂൾസ് ഉണ്ട്, SEO ചെയ്യുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ടൂൾസ് ഉണ്ട്, ചാറ്റ് ബോട്ട് മാർക്കറ്റിംഗ്, അങ്ങനെ പല കാര്യങ്ങൾക്കും അതിൻ്റേതായ ടൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ആവശ്യങ്ങളുടെയും ടൂൾസ് എല്ലാം നമുക്ക് പഠിച്ചെടുക്കുക എന്ന് പറയുന്നതല്ല, ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഓരോന്നും ചെയ്ത് പഠിക്കുകയാണ്. പക്ഷേ ഈ എല്ലാ ടൂൾസിനിടയിലും കോമൺലി വരുന്ന ഒരു ഫാക്ടറുണ്ട്, കോമൺ ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ. ആ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടൂൾസും നമ്മുടെ വെബ്സൈറ്റുമായിട്ടോ നമ്മുടെ ബിസിനസ്സുമായിട്ടോ ഇത് കണക്ട് ചെയ്യാൻ പോകുന്നത് അവർ നൽകുന്ന ഒരു സ്ക്രിപ്റ്റ് മുഖേനയായിരിക്കും, അല്ലെങ്കിൽ ഒരു കോഡ് മുഖേനയായിരിക്കും, ഒരു HTML കോഡ് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് മുഖേനയായിരിക്കും. ഈ ഒരു സ്ക്രിപ്റ്റ്, അപ്പോൾ വീണ്ടും നമ്മൾ ഒരു സ്ക്രിപ്റ്റിനെ പറ്റി സംസാരിക്കുന്നു. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് നമ്മൾ എടുത്ത് നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ബാക്കെൻഡിൽ നമ്മൾ പോകണം. അവരെവിടെയാണോ ഈ സ്ക്രിപ്റ്റ് കൊണ്ട് പേസ്റ്റ് ചെയ്യാൻ പറയുന്നത്, ഹെഡർ എങ്കിൽ ഹെഡർ, ഫൂട്ടർ എങ്കിൽ ഫൂട്ടർ, എവിടെയാണോ പേസ്റ്റ് ചെയ്യാൻ പറയുന്നത് ആ ഏരിയയിൽ നമ്മളത് പേസ്റ്റ് ചെയ്ത് ഈ ടൂൾസും നമ്മുടെ വെബ്സൈറ്റുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ചാറ്റ് ബോട്ട് വരണമെന്ന് വിചാരിക്കുക. ഒരു ചാറ്റ് ബോട്ട് വരണം. ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒരു ലൈവ് ചാറ്റ് വരണം. ആ ലൈവ് ചാറ്റ് നൽകുന്ന കമ്പനി നമുക്ക് ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും തരുന്നത്. അത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കെൻഡിൽ പോകണം.
അപ്പോൾ വെബ്സൈറ്റിൻ്റെ റോൾ ഇവിടെ ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പോകുന്ന കമ്പനിക്ക് ഈ പറയുന്നത് പോലെയുള്ള ആവശ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവരവരുടെ വെബ്സൈറ്റ് നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അവരുടെ വെബ്സൈറ്റ്, ഞങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ അതിനുവേണ്ടി നിങ്ങൾ വേറൊരാളെ ജോലിക്ക് എടുക്കും, അത് നിങ്ങൾ തന്നെ അത് ചെയ്യുമോ? ഞാൻ പറയുന്നു, നിങ്ങൾ അതിനെപ്പറ്റിയുള്ള നോളജ് ഉണ്ടാക്കിയെടുക്കണം. അതിന് നിർബന്ധമായിട്ടും നിങ്ങൾ സ്വന്തമായി തന്നെ ഒരു വെബ്സൈറ്റ് പഠിക്കാൻ വേണ്ടിയെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു വർഷത്തേക്ക് അറൗണ്ട് 2000 സംതിങ് രൂപയാണ് ഹോസ്റ്റിംഗർ പ്ലാറ്റ്ഫോമിൻ്റെ സിംഗിൾ വെബ് ഹോസ്റ്റിംഗ് പ്ലാനുള്ളത്. പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളോട് ചെയ്ത് പഠിക്കാം. ഒരു വർഷത്തേക്ക് നിങ്ങൾ പഠനത്തിന് വേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം ഡൊമൈൻ ആൻഡ് ഹോസ്റ്റിംഗ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡൊമൈൻ ആൻഡ് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് നിങ്ങൾ മറക്കണ്ട. കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. ഇനി 5ാമത്തെ ഒരു വിഷയത്തിലേക്ക് ഞാൻ പോവുകയാണ്. 5ാമത്തെ വിഷയം എന്ന് പറയുന്നത്, നിങ്ങളെ തന്നെ ഫൂളാക്കാതിരിക്കുക. അതായത് നിങ്ങൾ വളരെ എവിടുന്നെങ്കിലും കിട്ടുന്ന എന്തെങ്കിലും നോളജ് മാത്രം കരസ്ഥമാക്കിക്കൊണ്ട് എവിടെയെങ്കിലും ചാടി ഒരു ജോലിക്ക് കയറിയിട്ട് അവരെയും പറ്റിച്ച് നിങ്ങൾ സ്വയവും പറ്റിക്കപ്പെട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാതിരിക്കുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ചുറപ്പ് വരുത്തുക. നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്കിത് പ്രോപ്പറായിട്ട് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതും മനസ്സിലാക്കുക. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ഈ പറഞ്ഞതുപോലെ കുറച്ച് ടൂൾസിനെ പറ്റിയും ഇതിനെപ്പറ്റിയുമൊക്കെ അറിയണം. കുറച്ചെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ എന്നറിയണം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് ഫേസ്ബുക്കിൻ്റെ പിക്സൽസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ, ഗൂഗിളിൻ്റെ റീമാർക്കറ്റിംഗ് ആഡ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ കമ്പനി നല്ല രീതിയിലാണ് ചെയ്യുന്നതെന്നുള്ളത്. അതായത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ ഫേസ്ബുക്കിൻ്റെ ആഡ്സ് ലൈബ്രറി പോയി ചെക്ക് ചെയ്താൽ അവർ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ്സ് റൺ ചെയ്യുന്നത് എങ്ങനത്തെയുള്ളതാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ, അവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം ഫോളോ ചെയ്ത് നിങ്ങളെ പരസ്യം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അർത്ഥം അവർ കുറച്ച് നല്ല രീതിയിലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ആ റീമാർക്കറ്റിംഗ് മെത്തേഡ്സും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി ചെയ്യുന്നവരാണ്. അതാണ് എക്സാക്ട്ലി ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ആമസോൺ ആയിക്കോട്ടെ, ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, എത്ര വലിയ കമ്പനികളാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും ആണ് അവർ കൂടുതലായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് പഠിച്ചെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. എനിക്ക് ഇത്രയും മതി, എൻ്റെ ക്ലയൻറ്റിന് ഇത്രയും മതി, ഞാൻ ഇതേ ചെയ്തു കൊടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ ഇന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നാളെ നിങ്ങൾ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാവും. നാളെ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ നിലയുറപ്പിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക. കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ സ്ഥാപനമാണ് ഡിജിമാർക്ക് അക്കാഡമി. നിങ്ങൾക്ക് ഡിജിമാർക്ക് അക്കാഡമിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡിജിമാർക്ക് അക്കാഡമിയിൽ വന്ന് പഠിക്കാൻ നമുക്ക് ഓഫ്ലൈൻ കോഴ്സസ് ഉണ്ട്, ഓൺലൈൻ കോഴ്സസ് ഉണ്ട്. ഓഫ്ലൈൻ പഠിക്കുന്നവർക്ക് നമ്മൾ ഓൺലൈൻ LMS ക്ലാസ്സസ് നമ്മൾ നൽകുന്നുണ്ട്. 3 മാസത്തെ ഇൻറ്റേൺഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. സുബിൻ.